അധ്യായം 4. ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നതനുസരിച്ച് മോനിക്കായാൽ വഞ്ചിക്കപ്പെട്ടതിന്റെ ദുഃഖവും കിഷോർ മറന്നുകൊണ്ടിരുന്നു. ആദ്യമൊക്കെ ഈ സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവന് വലിയ വിഷമമായിരുന്നു. എന്നാൽ കാലത്തിന് സുഖപ്പെടുത്താനാകാത്ത ദുഃഖങ്ങളൊന്നും ഒരു മനുഷ്യന്റെയും ജീവിതത്തിൽ ഇല്ല. അവന്റെ ഈ മുറിവിനെയും ഉണക്കി ഈ കാലം തന്നെ. എല്ലാ ദിവസവും വീട്ടിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ ആ ദിവസം സംഭവിച്ച കാര്യങ്ങളെല്ലാം അതേപടി വള്ളിപുള്ളി തെറ്റാതെ ഒരു നല്ല സുഹൃത്തിനോടെന്ന പോലെ മമ്മിയോട് പറയുന്ന ശീലം അവനുണ്ടായിരുന്നു. എന്നാൽ ഈ കാര്യം മാത്രം പറയുവാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല. എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റി എന്ന് പറഞ്ഞാൽ അത് മമ്മിക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. കാരണം എന്നെ അത്രയ്ക്ക് വിശ്വാസമാണ്. വേണ്ട, മമ്മിക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തേണ്ട. ഇത് പറഞ്ഞ് മമ്മിയെ വിഷമിപ്പിക്കേണ്ട എന്ന തീരുമാനം എടുത്തുകൊണ്ട് മമ്മിയോട് പോലും ഒന്നും പറഞ്ഞില്ല. ഈ സംഭവം കൂട്ടുകാരറിഞ്ഞാൽ പിന്നെ അതിലും വലിയ നാണക്കേടില്ല എന്ന കാര്യവും അവന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും ആരോടും പറയുന്നില്ല എന്ന് അവൻ തീരുമാനമെടുത്തു. ഒരു ദിവസം രാവിലെ അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. നോക്കിയപ്പോൾ പരിചയമില്ലാത്ത നമ്പറാണ്. അവൻ ഫോൺ എടുത്ത് ചോദിച്ചു, ഹലോ, ആരാ? അയ്യോ, എന്നെ മറന്നോ ഇത്ര പെട്ടെന്ന്? ഞാൻ മോനിക്കയാണ് എന്ന മറുപടി കേട്ട് ദേഷ്യത്തിൽ അവൻ ചോദിച്ചു, ഇനി എന്തിനാണ് എന്നെ വിളിക്കുന്നത്? നിങ്ങളുമായുള്ള എല്ലാ ഇടപാടുകളും തീർന്നതല്ലേ? ഇത്രയും ദേഷ്യം വേണ്ട കിഷോറെ. നമ്മൾ നല്ല സുഹൃത്തുക്കളായിരുന്നില്ലേ? ഞാൻ വിളിച്ചത് നീയുമായുള്ള ബന്ധം പുതുക്കാനൊന്നുമല്ല. എനിക്ക് ഗാന്ധി വേണം. അന്ന് നീ 10,000 തന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ ഇന്നുവരെ ജീവിച്ചു. അത് തീർന്നു. ഇനി ഞാൻ നിന്നോടല്ലാതെ ആരോട് ചോദിക്കും? എനിക്കൊരു 10,000 രൂപ കൂടി വേണം. അവൾ ശാന്തമായി പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ എപ്പോഴും കാശ് ചോദിച്ചാൽ ഞാൻ എങ്ങനെ എവിടെ നിന്ന് തരും? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അവൻ ദയനീയമായി ചോദിച്ചു. നിനക്കെന്തിനാണ് ജോലി? നിന്റെ അപ്പനും അമ്മയും ഇഷ്ടം പോലെ സമ്പാദിക്കുന്നില്ലേ? നീ അവരുടെ ഏക മകനാണല്ലോ. അപ്പോൾ ഇത് മുഴുവൻ നിന്റേതാണ്. അതിൽ നിന്നും ഒരംശം മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. അത് എനിക്ക് കിട്ടുക തന്നെ വേണം. ഇന്ന് 6:30-ക്കും 7-നും ഇടയ്ക്കായി റെഡ് ചില്ലീസ് റെസ്റ്റോറന്റിൽ വരിക. ഇനി നീ വന്നില്ല എങ്കിൽ നഷ്ടങ്ങൾ നികത്താൻ കഴിഞ്ഞെന്നു വരികയില്ല. അതുകൊണ്ട് അവിവേകം ഒന്നും കാണിക്കാതെ ബുദ്ധിപൂർവ്വം പെരുമാറുക. അത്രയും മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞവൾ ഫോൺ കട്ട് ചെയ്തു. എന്തു ചെയ്യാൻ? അവൾ പറയുന്നത് അനുസരിക്കുകയല്ലാതെ വേറെ പോംവഴിയൊന്നുമില്ല. വൈകുന്നേരം ATM-ൽ കയറി ബാലൻസ് നോക്കിയപ്പോൾ ആകെയുള്ള ബാലൻസ് 8,000 രൂപയാണ്. അവൻ അതിൽ നിന്നും 7,000 രൂപയും പിൻവലിച്ചു. അവൾ പറഞ്ഞ സമയത്ത് തന്നെ അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, എന്റെ കയ്യിൽ ഇന്ന് ആകെ ഈ 7,000 രൂപയേ ഉള്ളൂ. 10,000 തരാൻ എനിക്കില്ല. 7,000 എങ്കിൽ 7,000. തൽക്കാലത്തേക്ക് ഇതും മതിയാകും. ഇനിയും ആവശ്യം വരുമ്പോൾ ഞാൻ ഇതുപോലെ വിളിച്ചോളാം. അവൻ പൊന്മുട്ടിയിടുന്ന താറാവാണെന്ന് തിരിച്ചറിഞ്ഞ് അവൾ പറഞ്ഞു. ഒരാവശ്യം വന്നാൽ എടുക്കാനുള്ള പണം പോലും ബാങ്കിലോ കയ്യിലോ ഇല്ല. അപ്പായോട് ചോദിക്കാനുള്ള ധൈര്യം അവനില്ലായിരുന്നു. ഇനി മമ്മിയിൽ തന്നെ ഏക ആശ്രയം. ആൻസി കോളേജിലായിരിക്കുന്ന സമയം നോക്കി അവൻ വിളിച്ചു. വൈകുന്നേരം വിളിക്കുമ്പോൾ പറഞ്ഞാൽ അപ്പ അറിയും എന്നുറപ്പാണ്. എന്താടാ പതിവില്ലാതെ ഈ നേരത്ത് വിളിക്കുന്നത്? ഞാൻ കോളേജിലല്ലേ. നീ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ആൻസി ചോദിച്ചു. എനിക്ക് മമ്മിയെ വിളിക്കാൻ അങ്ങനെ സമയവും കാലവും എല്ലാം നോക്കണോ? മമ്മിയോട് ഭയങ്കര സ്നേഹം ഇപ്പോൾ തോന്നി. അതുകൊണ്ട് ആ സ്വരം ഒന്ന് എനിക്ക് കേൾക്കണമെന്ന് തോന്നി. അതുകൊണ്ട് വിളിച്ചതാ. അവൻ ഒരല്പം കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. എന്താടാ, എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ. അല്ലാതെ നിനക്ക് മമ്മിയോട് ഭയങ്കര സ്നേഹം ഉണ്ടാകുന്നത് എപ്പോഴാ? ആൻസി പറഞ്ഞു. മമ്മി എന്റെ മൊബൈൽ കാണാതെ പോയി. പുതിയ മൊബൈൽ ഒരെണ്ണം മേടിക്കണം.
അത് അപ്പ അറിയുകയും ചെയ്യരുത്. അപ്പ പറയും, പോകാൻ നേരം 20,000 രൂപ കൊടുത്ത് പുതിയ മൊബൈൽ വാങ്ങിയതല്ലേ, എനിക്ക് സൂക്ഷ്മമില്ല എന്നൊക്കെ പറയും. മമ്മി 20,000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഞാൻ അതുപോലുള്ള മൊബൈൽ വാങ്ങിച്ചോളാം. അപ്പ അറിയുകയുമില്ല, അവൻ പറഞ്ഞു. എന്തു പറഞ്ഞാലും വേറെ ആരുമല്ലല്ലോ, നിന്റെ അപ്പയല്ലേ? ആൻസി ചോദിച്ചു. വേണ്ട, അപ്പ അറിഞ്ഞാൽ അത് എനിക്ക് കുറച്ചില്ല, അവൻ പറഞ്ഞത് കേട്ട് അവൾ തുടർന്നു. എന്നാലും അപ്പായോട് പറയാതെ? നിനക്കറിയാമല്ലോ, ഞാൻ ഇന്നുവരെ അപ്പായോട് ചോദിക്കാതെ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. ഞാൻ അപ്പയോട് പറഞ്ഞിട്ട് നിനക്ക് അയച്ചു തരാം. അപ്പ നിന്നോട് അതിനെക്കുറിച്ച് ചോദിക്കുക പോലുമില്ല. എന്താ അതുപോലെ? അപ്പ അറിയാതെ അയക്കാൻ പറ്റുമെങ്കിൽ മമ്മി അയച്ചാൽ മതി. അല്ലെങ്കിൽ എനിക്ക് മമ്മിയുടെ കാശും വേണ്ട. ഫോണില്ലാതെ ഞാൻ ജീവിച്ചോളാം, അവൻ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു. നീ ചൂടാകാതെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പ അറിയരുത് എന്നാണ് നിനക്കെങ്കിൽ അങ്ങനെ. ഞാൻ പണം അയച്ചേക്കാം. നിന്റെ അപ്പ അറിയാതെ ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ ആദ്യമായി ചെയ്യുന്ന ഒരു കാര്യമാണിത്. സാരമില്ല, നിനക്ക് വേണ്ടിയല്ലേ, ആൻസി അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യമായി അവൻ മമ്മിയോട് ഒരു വലിയ കളവ് പറഞ്ഞു. പക്ഷെ കാര്യങ്ങൾ ഒട്ടും തന്നെ വഷളാകാതെ പൈസ കിട്ടിയല്ലോ എന്നോർത്തപ്പോൾ ആ നുണയുടെ കുറ്റബോധം അവനെ വേട്ടയാടിയില്ല. വീണ്ടും ഇടയ്ക്കിടയ്ക്ക് മോനിക്ക അവനെ വിളിച്ച് പൈസ ചോദിച്ചുകൊണ്ടിരുന്നു. അതനുസരിച്ച് ഓരോരോ നുണകൾ പറഞ്ഞ് മമ്മിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ടേയിരുന്നു. തോമസ് ചാണ്ടി ഒരിക്കലും അതിനെക്കുറിച്ച് അറിഞ്ഞതേയില്ല. അങ്ങനെ ഒരു വർഷം അവൻ തള്ളി നീക്കി. 1-ാം വർഷത്തിന്റെ പരീക്ഷ കഴിഞ്ഞ് അവധിക്കായി വീട്ടിൽ പോയത് പരീക്ഷയെല്ലാം വളരെ ഭംഗിയായി എഴുതിയിട്ട് തന്നെയാണ്. 2 മാസത്തെ അവധിക്കാലം അവൻ അപ്പായോടും മമ്മിയോടും കൂടെ തന്നെ ചെലവഴിച്ചു. ഇടയ്ക്ക് അപ്പായോട് കൂടെ കോടതിയിൽ പോകുവാനും അവൻ മറന്നില്ല. അവധി കഴിഞ്ഞ് പോരുന്നതിന് മുമ്പായി അവൻ അപ്പായുടെ മുറിയിൽ കയറി ചെക്ക് ബുക്ക് എടുത്ത് ഒരു ചെക്ക് ലീഫ് കീറിയെടുത്തു. തോമസ് ചാണ്ടിയുടെ ഒപ്പ് അതീവ ശ്രദ്ധയോടെ ഇട്ട് 65,000 രൂപയും പിൻവലിച്ചു. ചെയ്തത് തെറ്റാണ് എന്ന ബോധ്യം അവനുണ്ടായിരുന്നു. കുറ്റബോധവും തോന്നി. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറാൻ നേരം അപ്പായുടെ മുഖത്തേക്ക് നോക്കുവാൻ പോലും കഴിഞ്ഞില്ല. അപ്പ, ഞാൻ ഒരു തെറ്റ് ചെയ്തു എന്ന് ഏറ്റുപറയാൻ മനസ്സൊരു1000 പ്രാവശ്യം പറഞ്ഞതാണ്. പക്ഷെ അവൻ പറഞ്ഞില്ല. അപ്പയെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞാലോ എന്ന് ചിന്തിച്ചു. പക്ഷെ ചെയ്തില്ല. സാവകാശം ട്രെയിൻ മുന്നോട്ട് നീങ്ങി. എന്റെ അപ്പായെ പോലും ഞാൻ വഞ്ചിച്ചല്ലോ എന്ന കുറ്റബോധവും മനസ്സിൽ പേറിക്കൊണ്ട് നിയമ പഠനത്തിന്റെ 2-ാം വർഷത്തിലേക്ക് കയറുവാനായി അവൻ യാത്ര തുടർന്നു. പൂനെയിലെത്തിയ അവൻ മോനിക്കയെ കണ്ട് അവൾ ചോദിക്കാതെ തന്നെ 10,000 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ലാസ്റ്റാണ്. ഇനി എന്നോട് ഒന്നും ചോദിക്കരുത്, എന്നെ ഉപദ്രവിക്കരുത്, മനസമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കേ. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം. അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ ആ കാശ് അവന് തിരികെ നൽകിക്കൊണ്ട് പറഞ്ഞു, നീ ഇത്രയും കഷ്ടപ്പെട്ടാണ് കാശ് തരുന്നതെങ്കിൽ എനിക്ക് ഈ കാശ് വേണ്ട. ആരെയും ദ്രോഹിക്കണമെന്നോ മനസമാധാനം കളയണമെന്നോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. 1 വർഷം മുഴുവൻ പണം തന്ന് എന്നെ സഹായിച്ച് നിന്നെ കൊണ്ട് കാല് പിടിപ്പിക്കാൻ മാത്രം ക്രൂരയല്ല ഞാൻ. നിന്റെ പണവും എനിക്ക് വേണ്ട. ഇത് നീ തന്നെ കയ്യിൽ വച്ചു. മടിച്ചും പകച്ചും നിന്ന അവന്റെ കൈകളിൽ അവൾ ആ പണം വെച്ചു കൊടുത്തു. ഈ തള്ളക്കെന്താ ഇത്ര പെട്ടെന്നൊരു മാനസാന്തരം? ഹാവു, രക്ഷപ്പെട്ടോ, അവൻ മനസ്സിൽ ഓർത്തു. അപ്പോൾ അവൾ തുടർന്നു, എനിക്ക് വേണ്ടി ഛേദമില്ലാത്ത ഒരു ഉപകാരം ചെയ്യാമോ? അവൻ ചോദിച്ചു. എന്തുപകാരം? അവൾ തുടർന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഗോവയിൽ നിന്ന് വരുന്ന ബസ്സിൽ ഒരു പാഴ്സൽ വരും. ഏകദേശം 5 കിലോയോളം വരുന്ന ഒരു പാഴ്സൽ. ബസ് ലോഹഗാവിൽ എത്തുന്നത് വെളുപ്പിന് 4:30-ക്കാണ്. എനിക്ക് എന്റെ താമസ സ്ഥലത്തു നിന്നും ഇത്രയും രാവിലെ എത്താൻ ബുദ്ധിമുട്ടാണ്. നീ അതൊന്ന് ബസ്സുകാരുടെ കയ്യിൽ നിന്ന് മേടിച്ച് സമയം പോലെ
റെഡ് ചില്ലീസ് റെസ്റ്റോറന്റിന്റെ റിസപ്ഷനിൽ എത്തിച്ചാൽ മതി. ഇത് നീ ചെയ്തു തന്നാൽ അത് വലിയൊരു സഹായമായിരിക്കും. അവൻ ചിന്തിച്ചപ്പോൾ വെള്ളിയാഴ്ച ദിവസം രാവിലത്തെ ഉറക്കം പോകും. എന്നാലും വേണ്ടില്ല, ചെയ്തു കൊടുത്തേക്കാം. മനസമാധാനത്തോടെ ജീവിക്കുക എങ്കിലും ആകാമല്ലോ. ഒന്നുമല്ലെങ്കിലും ഒരു സഹായമല്ലേ. എന്ത് സാധനമാണ് വരുന്നത്? സംശയത്തോടെ അവൻ ചോദിച്ചു. അത് റെസ്റ്റോറന്റിലേക്കുള്ള മസാലകളും പൊടികളും മറ്റുമാണ്. എനിക്ക് ഒരു ഗോവൻ സുഗന്ധവ്യഞ്ജന കമ്പനിയുടെ ഏജന്റായി ജോലി കിട്ടി. മാർക്കറ്റ് വിലയേക്കാൾ താണ വിലയ്ക്ക് ഗുണനിലവാരം കൂടിയ പൊടികളാണ് ഞങ്ങളുടെ കമ്പനി എത്തിച്ചു കൊടുക്കുന്നത്. നമ്മുടെ റെസ്റ്റോറന്റുകാർക്ക് അത് വേണമെന്ന് അവർ പറഞ്ഞു. നീ ഇത് ഫ്രീ ആയിട്ടൊന്നും ചെയ്യേണ്ട. കിട്ടുന്ന കമ്മീഷന്റെ ഒരു വീതം നിനക്കും തരാം. അവൾ പറഞ്ഞു മുഴുവിപ്പിക്കുന്നതിന് മുൻപ് അവൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, എനിക്കൊരു കമ്മീഷനും വേണ്ട. അവൾ തുടർന്നു, അത് ഞാൻ തരുന്ന ഔദാര്യമല്ല, നീ ചെയ്യുന്ന ജോലിയുടെ കൂലിയാണ്. ഇങ്ങനെ പഠനത്തോടൊപ്പം ചെറിയ ചെറിയ ജോലി ചെയ്ത് പോക്കറ്റ് മണിക്കുള്ള വക സമ്പാദിക്കുന്ന ഒത്തിരി കോളേജ് കുട്ടികളെ എനിക്കറിയാം. വ്യാഴാഴ്ച വൈകുന്നേരം അവൾ അവനെ വിളിച്ച് ഓർമ്മിപ്പിച്ചു. നാളെ രാവിലെ പോകാൻ മറക്കേണ്ട കേട്ടോ. വണ്ടിയുടെ നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, കണ്ടക്ടറോട് മോനിക്കയുടെ ആളാണ് എന്ന് പറഞ്ഞാൽ മാത്രം മതി. സാധനം നിന്റെ കയ്യിലെത്തും. പിന്നീടുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും അവന് രാവിലെയുള്ള ഈ പോക്ക് ഒരു പതിവായി. കണ്ടക്ടറുടെ അടുത്തു നിന്നും സാധനം വാങ്ങി തിരിച്ചു വരും വഴി റെസ്റ്റോറന്റിൽ എത്തിക്കും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ റിസപ്ഷനിസ്റ്റ് 5 മണിക്ക് മുമ്പ് തന്നെ എത്തുമായിരുന്നു. ആ മാസത്തിന്റെ അവസാനം മോനിക്ക അവന് 2500 രൂപ കൊടുത്തുകൊണ്ട് പറഞ്ഞു, കഴിഞ്ഞ 5 വെള്ളിയാഴ്ചകളിലും നീ പോയതല്ലേ, നീ ചെയ്ത ജോലിയുടെ കൂലിയാണിത്. അവരത് മേടിക്കാതിരുന്നപ്പോൾ അവൾ വീണ്ടും പറഞ്ഞു, ജോലി ചെയ്തവന് കൂലി അവകാശമാണ്. ആർക്കു വേണ്ടിയും ഒന്നും സൗജന്യമായി ചെയ്യേണ്ട. നിന്റെ കഷ്ടപ്പാടിന്റെ പ്രതിഫലമാണിത്. അവന്റെ കൈകളിൽ അവൾ ആ പണം വച്ചു കൊടുത്തു. ആ 2500 രൂപയിലേക്ക് നോക്കിയപ്പോൾ തുച്ഛമായ തുകയെങ്കിലും മനസ്സിൽ വല്ലാത്തൊരു ആനന്ദം തോന്നി. ജീവിതത്തിൽ ആദ്യമായി ആരെയും ആശ്രയിക്കാതെ സ്വന്തമായി നേടിയ പണം. അവൻ അഭിമാനത്തോടെ അത് പോക്കറ്റിലിട്ടു. അവൻ ഇങ്ങനെ പോകുന്ന വിവരം സത്യത്തിൽ അവന്റെ റൂംമേറ്റ്സ് പോലും അറിഞ്ഞിരുന്നില്ല. അവർ എഴുന്നേൽക്കുന്നതിന് മുൻപേ പോയി വന്നിരുന്നു. ഇനി അറിഞ്ഞാൽ തന്നെ അവൻ അതിനെക്കുറിച്ച് പറയാത്തിടത്തോളം കാലം അവർ ഒന്നും ചോദിക്കുകയുമില്ല. കാരണം അവരുടെ സ്വകാര്യതയിൽ കടന്നു കയറി സ്വാതന്ത്ര്യം ഹനിക്കാൻ ആഗ്രഹിക്കുന്നവരായിരുന്നില്ല അവന്റെ സുഹൃത്തുക്കൾ. ഏകദേശം 3 മാസത്തോളം ഇത് ഇങ്ങനെ തന്നെ തുടർന്നു. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് മുന്നറിയിപ്പൊന്നുമില്ലാതെ തന്നെ HODയുടെ അനൗൺസ്മെന്റ് വന്നു. 2 മണിക്ക് എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരുക. എന്തിനാണ് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയത് എന്നറിയാനുള്ള ആകാംക്ഷയോടെ എല്ലാവരും 2 മണിക്ക് മുമ്പായി ഓഡിറ്റോറിയം ലക്ഷ്യമാക്കി നടന്നു. സമയത്തിന് മുൻപ് തന്നെ കുട്ടികളെല്ലാം ഓഡിറ്റോറിയത്തിൽ സ്ഥാനം പിടിച്ചു. കൃത്യം 2 മണിയായപ്പോഴേക്കും HOD മൈക്കിന്റെ മുമ്പിൽ പ്രത്യക്ഷനായി പറഞ്ഞു, എന്തിനാണ് എല്ലാവരെയും ഇപ്പോൾ ഓഡിറ്റോറിയത്തിൽ വിളിച്ചത് എന്നതാണ് നിങ്ങളുടെ എല്ലാ സംശയം എന്ന് എനിക്കറിയാം. നമുക്കെന്തോ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നൽകുവാനായി റൂറൽ SP മിസ്റ്റർ കിരൺ ബോറായുടെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസുകാർ വന്നിട്ടുണ്ട്. കോളേജിന്റെ പേരിൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തികച്ചും കാഷ്വൽ ഡ്രസ്സിൽ SP സ്റ്റേജിലേക്ക് കടന്നു വന്നു. കുട്ടികൾ എഴുന്നേറ്റ് നിന്ന് കൈകൾ അടിച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം തുടർന്നു. നിയമത്തെ സ്നേഹിച്ചുകൊണ്ട് നിയമം പഠിക്കുന്നവരായ, നാളെ നിയമത്തിന്റെ മേഖലയിൽ രാജ്യത്തിന്റെ തന്നെ മുതൽക്കൂട്ടാകുവാനുള്ളവരാണ് നിങ്ങൾ. എത്ര വലിയ കൊലകൊമ്പനെയും പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി വിയർപ്പിക്കുകയും പരമോന്നത നീതിപീഠത്തിന്റെ സിംഹാസനത്തിൽ കയറിയിരുന്ന് വിധി പറയുന്നവരും നിങ്ങളിൽ പലരുമായിരിക്കും. നിയമം തെറ്റിച്ചും സമൂഹത്തെ വഴിപിഴപ്പിച്ചും സമ്പാദിക്കുന്ന സാമൂഹ്യ വിരുദ്ധരെ
നിങ്ങൾ എന്തു ചെയ്യും? അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. കുട്ടികൾ ഒന്നടങ്കം പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ സഹായവും സഹകരണവും വേണം. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ പൂന സിറ്റി മയക്കുമരുന്ന് വ്യവസായത്തിന്റെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും കോളേജ് കുട്ടികളാണ് ഉപഭോക്താക്കളും ഏജന്റുമായി പ്രവർത്തിക്കുന്നത്. ഇവരുടെ പിടിപാടും സ്വാധീനവുമെല്ലാം നമ്മൾ വിചാരിക്കുന്നതിലും ഒത്തിരി വലുതാണ്. ഏതെങ്കിലും വിധത്തിൽ അവരുടെ വലയുടെ കണ്ണിയായി പോയാൽ അതിൽ നിന്നും ഒരിക്കലും പുറത്തു കടക്കാനാവില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും അവരുമായി എന്തെങ്കിലും ബന്ധമോ അവരെക്കുറിച്ചുള്ള അറിവോ ഉണ്ടെങ്കിൽ ഒരു ജ്യേഷ്ഠ സഹോദരനോടെന്ന വണ്ണം എന്നോട് പറയാം. പോലീസിന് അവരെക്കുറിച്ചുള്ള സൂചനകൾ വളരെയധികം ഉണ്ട്. പക്ഷേ അവരെ വേരോടെ പിഴുതെറിയുവാൻ മാത്രം ശക്തമായ തെളിവുകളില്ല. ഇനി നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും കാരണവശാൽ അവരുടെ വലയിൽ പെട്ടുവെങ്കിൽ തന്നെ ധൈര്യമായി നിങ്ങൾക്ക് എന്റെ അടുത്ത് വരാം. ഇരു ചെവി അറിയാതെ നിങ്ങളെ ഞാൻ രക്ഷിക്കാം എന്ന് ഉറപ്പു തരുന്നു. നിങ്ങളുടെ ഭാവിയെയോ പഠനത്തെയോ അത് ബാധിക്കില്ല. ഇങ്ങനെയുള്ള കേസുകളിൽ കുറ്റം ചെയ്യുന്നവരെ പിടിച്ചതുകൊണ്ട് മാത്രം തിന്മ അവസാനിക്കുന്നില്ല. പിടിക്കേണ്ടത് ചെയ്യിക്കുന്നവരെയാണ്. നമ്മുടെ വരും തലമുറയെ തന്നെ നശിപ്പിക്കുന്ന ഈ തിന്മയ്ക്കെതിരെയുള്ള സമരത്തിൽ നിങ്ങൾ എന്റെ കൂടെ കാണില്ലേ? SP സാർ ചോദിച്ചതും കുട്ടികളെല്ലാം ഒന്നടങ്ക് പറഞ്ഞു, ഞങ്ങളുണ്ട് സാർ. സത്യത്തിൽ ഇത് കേട്ടപ്പോഴാണ് കിഷോർ താൻ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് അല്പം ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങിയത്. ആ വെള്ളിയാഴ്ചയും അവൻ പതിവനുസരിച്ച് വെളുപ്പിനെ സാധനമെടുക്കാൻ പോയി. എന്നാൽ പതിവിന് വിപരീതമായി റെസ്റ്റോറന്റിൽ കൊണ്ടുപോയി കൊടുത്തില്ല. അതുമായി അവൻ നേരെ മുറിയിലേക്ക് വന്നു. അവൻ മുറിയിലെത്തി 10 മിനിറ്റ് കഴിയുന്നതിന് മുൻപ് റിസപ്ഷനിസ്റ്റും വേറെ 3 പേരും കൂടി അവനെ അന്വേഷിച്ച് അവന്റെ ഫ്ളാറ്റിലെത്തി. റിസപ്ഷനിസ്റ്റ് ചോദിച്ചു, സാധനം എവിടെ? എന്റെ കയ്യിലുണ്ട്, അവൻ മറുപടി പറഞ്ഞു. ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിന്നോടാരാ പറഞ്ഞത് എന്ന് ചോദിച്ച് ദേഷ്യത്തിൽ അവന്റെ കോളറിൽ കയറി പിടിച്ചുകൊണ്ട് തുടർന്നു. എടുത്തുകൊണ്ട് വാടാ. അവൻ ഒന്നും മിണ്ടാതെ അകത്തുപോയി ബാഗ് തുറന്ന് കെട്ടെടുത്തുകൊണ്ടുവന്ന് അയാളുടെ കൈകളിൽ ഏൽപ്പിച്ചു. 5 ലക്ഷം രൂപയോളം വരുന്ന മുതലാണ്. അത് വെച്ചാ പിള്ളേര് തമാശ കളിക്കുന്നത്. എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയാലുണ്ടല്ലോ. അവന്റെ കയ്യിൽ നിന്നും ആ പൊതിക്കെട്ട് മേടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അവർ പോയി ഉടനെ തന്നെ അവൻ മോനിക്കായി വിളിച്ചു പറഞ്ഞു, എനിക്ക് നിങ്ങളെ അത്യാവശ്യമായി കാണണം. ഞാൻ ഈ രാവിലെ തന്നെ ഫ്ളാറ്റിലേക്ക് വരികയാണ്. അന്ന് കൂട്ടുകാർ എഴുന്നേൽക്കുന്നതിന് മുമ്പേ തന്നെ അവൻ വീണ്ടും ബൈക്ക് എടുത്ത് മോനിക്കയുടെ ഫ്ളാറ്റിലേക്ക് യാത്ര തിരിച്ചു. ഏതാനും നിമിഷങ്ങൾക്കകം ഫ്ളാറ്റിന്റെ മുമ്പിലെത്തിയ അവൻ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. ഏതാനും നിമിഷങ്ങൾക്കകം അവൾ വന്ന് വാതിൽ തുറന്നു. നിന്നെ ഇന്ന് ഞാൻ കൊല്ലുമടി എന്ന് പറഞ്ഞ് അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. അവന്റെ ആ പിടുത്തം വിടുവിക്കുവാൻ അവൾക്ക് നന്ദി പരിശ്രമിക്കേണ്ടി വന്നു. നിനക്കെന്താടാ, ഭ്രാന്താണോ രാവിലെ? അവൾ ദേഷ്യത്തിൽ ചോദിച്ചു. അതെ, എനിക്ക് ഭ്രാന്താണ്, മുഴുഭ്രാന്ത്. നിന്നെയൊക്കെ കൊന്നാലേ ഇനി എന്റെ ഭ്രാന്ത് മാറൂ. അവളേക്കാൾ 4 ഇരട്ടി ദേഷ്യത്തിൽ അവൻ വീണ്ടും പറഞ്ഞു. എന്നെ കൊന്നാൽ നിനക്ക് സമാധാനം കിട്ടുമെങ്കിൽ സന്തോഷത്തോടെ നിന്റെ കൈകൊണ്ട് മരിക്കാൻ ഞാൻ തയ്യാറാണ്, അവൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? ആദ്യം എന്നെ പ്രണയത്തിന്റെ വലയിൽ വീഴ്ത്തി വഞ്ചിച്ചു. എന്റെ കയ്യിലെ പണം മുഴുവൻ എന്നെ പറ്റിച്ച് മേടിച്ചെടുത്തു. എന്നെ നുണയനാക്കി, കള്ളനാക്കി. ഇപ്പോൾ ദേ മയക്കുമരുന്നിന്റെ സപ്ലയറും. ഞാനിനി ഇതിന് കൂട്ടു നിൽക്കില്ല. ഞാൻ നശിച്ചു. ഇനി ആര് നശിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. എല്ലാം ഞാൻ പോലീസിൽ ഏറ്റുപറയാൻ പോവുകയാണ്. എല്ലാത്തിനെയും ഞാൻ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവിക്കും, അവൻ പറഞ്ഞു. പോലീസ്, അവൾ പുച്ഛഭാവത്തിൽ തുടർന്നു. ചതിക്കപ്പെട്ട് നിന്നെ പോലെയോ എന്നെ പോലെയോ നിവൃത്തികേടുകൊണ്ട്
ഈ വലയിൽപ്പെട്ട പാവങ്ങൾ പിടിക്കപ്പെട്ടേക്കാം. എന്നാൽ പിന്നിലിരുന്ന് ചുക്കാൻ പിടിക്കുന്ന വമ്പൻ സ്രാവുകളെ തൊടാൻ പോലും ഒരു പോലീസിനും കഴിയില്ല. കാരണം പോലീസുകാർ എന്നല്ല, രാജ്യം ഭരിക്കുന്ന പല മന്ത്രിമാരും ഇവരുടെ വിഹിതം പറ്റുന്നവരാണ്. സത്യസന്ധരായ പോലീസുകാരെ കള്ളന്മാരായ രാഷ്ട്രീയക്കാരുടെ ആജ്ഞാനുവർത്തികളാക്കുന്ന ചട്ടക്കൂട് പൊളിച്ചടക്കിയിരുന്നെങ്കിൽ ഇന്ത്യ എന്നേ നന്നായിരുന്നേനെ. പിന്നെ നീ ഒറ്റി എന്നെങ്ങാനും അവർ അറിഞ്ഞാൽ പിന്നെ നീ ഭൂമുഖത്ത് ഉണ്ടാവില്ല. നിന്നെ അവർ വെച്ചേക്കുമെന്ന് നിനക്ക് തോന്നുന്നുവോ? ഒരു ബൈക്ക് അപകടം ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ അവർ തീർക്കും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടായാൽ തന്നെ അത് പണവും അധികാരവും ഉപയോഗിച്ച് തേച്ചു മായിച്ചു കളയും. അല്ലെങ്കിൽ ഓർമ്മ നശിക്കാനുള്ള മരുന്ന് കുത്തിവെക്കും. അതോടെ നീ ഒരു തനി ഭ്രാന്തനായി നരകിച്ചു മരിക്കും. യാതൊരുവിധ ദയയും അവർ കാണിക്കില്ല എന്നതാണ് സത്യം. ഇങ്ങനെ പലരുടെയും മരണവും കണ്ട് മരവിച്ചതാണ് എന്റെ മനസ്സ്. നെടുവീർപ്പെട്ടുകൊണ്ട് അവൾ വീണ്ടും തുടർന്നു. കുറ്റവാളികളും സാമൂഹ്യ വിരുദ്ധരുമാകുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിക്കാൻ തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം. എന്നാൽ നിസ്സഹായ അവസ്ഥയിലോ ചതിയിലോ ആണ് അങ്ങനെയായി പോകുന്നത്. ഞാൻ 25 വർഷം മുൻപാണ് ജോലി കിട്ടി പൂനായിൽ വരുന്നത്. ഗുജറാത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ദരിദ്ര കർഷകന്റെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. പശു വളർത്തിയും പാടത്ത് പണിയുമെടുത്തുമാണ് ഞങ്ങളെ പോറ്റിയത്. ഞങ്ങൾ 6 പെൺമക്കളും ഒരാണുമായിരുന്നു മക്കൾ. മൂത്തവളായ എന്റെ ജനനം മുതൽ 7ാമത് അനിയനെ അമ്മ പ്രസവിക്കുന്നതുവരെ അച്ഛന് ഒരു ആൺകുഞ്ഞിനായി കാത്തിരിക്കേണ്ടി വന്നു. പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത് വെറുതെയാണ് എന്ന് വിശ്വസിച്ച സമൂഹത്തിലാണ് ജീവിച്ചതെങ്കിലും അച്ഛൻ എന്നെ പ്രീ ഡിഗ്രി വരെ പഠിപ്പിച്ചു. ഞങ്ങളുടെ ഗുജറാത്ത് പുറത്തുനിന്ന് നോക്കിയാൽ വികസനത്തിന്റെ ഉച്ച ശ്രേണിയിലാണ്. എന്നാൽ ഉൾനാടൻ ഗ്രാമങ്ങൾ അന്നും ഇന്നും യഥാർത്ഥ സൊമാലിയ ആണെന്ന് അധികം ആരും മനസ്സിലാക്കുന്നില്ല എന്നതാണ് വാസ്തവം. പൂനായിൽ ജോലി കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷത്തോടും അതിലേറെ പ്രതീക്ഷകളോടും കൂടിയാണ് ട്രെയിനിൽ കയറിയത്. ഒരു 100,000 സ്വപ്നങ്ങളുണ്ടായിരുന്നു ജീവിതത്തിൽ. ഒരു കമ്പനിയിൽ MDയുടെ സെക്രട്ടറി ആയിട്ടായിരുന്നു എന്റെ ജോലി അന്ന്. സെക്രട്ടറി എന്നാൽ MDയുടെ കിടക്ക പങ്കിടുക എന്നതാണ് എന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് മടങ്ങിപ്പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. എന്റെ നിവൃത്തികേടുകൊണ്ട് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. ഞാൻ ഇങ്ങനെ സമ്പാദിക്കുന്ന പണമാണ് അയക്കുന്നത് എന്ന് എന്റെ വീട്ടുകാർ ഒരിക്കലും അറിഞ്ഞില്ല. അവധിക്ക് കൈനിറയെ സമ്മാനങ്ങളുമായി ഉള്ളിലെ ദുഃഖത്തെ അടക്കിപ്പിടിച്ച് ചിരിച്ചു കളിച്ച് വീട്ടിൽ ചെലവഴിക്കും. അവധി കഴിഞ്ഞ് വീണ്ടും പഴയ ചെളിക്കുഴിയിലേക്ക്. കമ്പനിയുടെ ലാഭത്തിനായി പലർക്കും ഞാൻ കാഴ്ചവയ്ക്കപ്പെട്ടു. ഒടുവിൽ അവർക്ക് വേണ്ടാതായപ്പോൾ കറിവേപ്പില പോലെ എന്നെ എടുത്ത് പുറത്തെറിഞ്ഞു. സ്വയം നശിച്ചു എന്ന കുറ്റബോധം മനസ്സിലുണ്ടായിരുന്ന ഞാൻ നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ചില്ല. എനിക്കൊരു ജോലി വേണമായിരുന്നു. അതുപോലെ തന്നെ എന്നെ നശിപ്പിച്ച സമൂഹത്തോടുള്ള എന്റേതായ പ്രതികാരം എന്ന രീതിയിൽ ആൺവർഗത്തോട് തന്നെ എനിക്ക് വെറുപ്പായി. എന്റേതായ രീതിയിൽ അവരോട് പ്രതികാരം വീട്ടാൻ ആ നശിച്ച ജോലി തന്നെ തുടരുവാൻ ഞാൻ തീരുമാനിച്ചു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. നേരെ പോയത് പൂനെയിലെ ചുവന്ന തെരുവായ ബുധവാർപേട്ടിലേക്കാണ്. എന്റെ ശരിയായ പേര് മോനിക്ക എന്നൊന്നുമല്ല. ശരിയായ പേര് പോലും ഞാൻ മറന്നു. മോനിക്ക എന്ന പേര് സ്വീകരിച്ചപ്പോൾ അവിടെ ഞാൻ എന്ന വ്യക്തി മരിച്ചു. മോനിക്കയ്ക്ക് വ്യക്തിത്വമില്ല, ശരീരം മാത്രം. അവിടെ ഞാൻ എന്നെ നശിപ്പിച്ച ആൺവർഗത്തോടുള്ള പ്രതികാരം, അവരുടെ ബലഹീനതയെ എന്റെ ശരീരം കൊണ്ട് കീഴടക്കി നിറവേറ്റി. രാഷ്ട്രീയക്കാരെയും രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാരെയും ബിസിനസ്സുകാരും പകൽ മാന്യരുമായ പല പണക്കാരെയും
സർക്കാർ ജോലിക്കാരുമൊക്കെയായ ആണുങ്ങൾ മോനിക്കായ്ക്ക് ദാസ്യവേല ചെയ്തിട്ടുണ്ട്. അതിൽ കവിഞ്ഞ ഒരു പ്രതികാരം എനിക്കാവില്ലായിരുന്നല്ലോ. ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ച് കഴിയുന്ന ഒരു പെൺകുട്ടി പോലും അവിടെയില്ല. അവരും മനുഷ്യരാണ്. ദുഃഖവും സന്തോഷവും വേദനയും നൊമ്പരങ്ങളുമൊക്കെയുള്ള സാധാരണ മനുഷ്യർ. പക്ഷെ സ്വപ്നങ്ങൾ കാണാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യ ശരീരങ്ങൾ. ഇവിടെ പശുവിനെ കൊന്നാൽ ചോദിക്കാൻ സർക്കാരുണ്ട്. പട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് വാദിക്കാൻ ആളുണ്ട്. ഒരു ആണും പെണ്ണും ഒരുമിച്ച് നടന്നാൽ അത് സദാചാര വിരുദ്ധമാണെന്ന് പറഞ്ഞിറങ്ങാൻ സദാചാര പോലീസ് കളിക്കുന്ന ഷണ്ടന്മാരുണ്ട്. ബുധവാർപേട്ടിലെ പെൺകുട്ടികൾക്കെന്താ ഈ രാജ്യത്തെ ഒരു പശുവിന്റെ വില പോലുമില്ലേ? തെരുവ് നായകളെക്കാൾ അധപതിച്ചവരാണോ ഇവർ? മാറി മാറി വരുന്ന സർക്കാരുകൾ എന്തുകൊണ്ട് ഈ പാവപ്പെട്ട പെൺകുട്ടികളുടെ ശരീരങ്ങൾ വില പറഞ്ഞ് വിറ്റ് കീശ വീർപ്പിക്കുന്ന കാട്ടാളന്മാർക്കെതിരെ നിയമ നടപടികൾ എടുത്ത് ആ പെൺകുട്ടികളെ മോചിപ്പിക്കുന്നില്ല? സത്യത്തിൽ ഇവിടെ വേണ്ടത് ബീഫ് നിരോധനമല്ല, മനുഷ്യ മാംസം വിൽക്കുന്നവരെയാണ് നിരോധിക്കേണ്ടത്. അതിന് ചങ്കൂറ്റം നീ പഠിക്കുന്ന നിയമത്തിനോ നിങ്ങളെ ഭരിക്കുന്ന സർക്കാരിനോ ഉണ്ടോ? ഇത്രയും പറഞ്ഞപ്പോൾ അവളുടെ തൊണ്ടയിടറി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു നിമിഷത്തേക്ക് അവൾ ശബ്ദിച്ചില്ല. ആ നിശബ്ദതയെ മുറിച്ചുകൊണ്ട് അവൾ തുടർന്നു. അവിടെ നിന്ന് പിന്നെ ഞാൻ ഈ മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണിയായി. ഓൺലൈൻ ചാറ്റിങ്ങിലൂടെ ആൺകുട്ടികളെ വശീകരിച്ച് അവരെയും ഈ മാഫിയയുടെ ഭാഗമാക്കുക എന്നതാണ് എന്റെ ജോലി. അവർ എനിക്ക് നിർദ്ദേശങ്ങൾ തരും. ഞാൻ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എനിക്കൊന്നും അറിയില്ല. നിന്നെ പെടുത്തിയതുമെല്ലാം അങ്ങനെയാണ്. അനുസരിച്ചില്ലായിരുന്നെങ്കിൽ കൊല്ലും. ഞാനും നിവൃത്തികേട് കൊണ്ട് ചെയ്തതാണ്. ഇനി നിനക്ക് എന്നെ കൊല്ലണമെങ്കിൽ കൊന്നും, പോലീസിൽ ഏൽപ്പിക്കണമെങ്കിൽ അതുമാകാം. നിനക്ക് അതിനുള്ള അവകാശമുണ്ട്. കാരണം ഞാൻ നിന്നെ പെടുത്തി. ഒരക്ഷരം പോലും മിണ്ടാതെ അവൻ പുറത്തേക്കിറങ്ങി. നേരെ പോയത് അവന്റെ മുറിയിലേക്കായിരുന്നു. അവൻ പുറത്തുനിന്നും ഫ്ളാറ്റിലേക്ക് കയറി വന്നപ്പോൾ അരുണും ടിജോയും കോളേജിൽ പോകുവാൻ തയ്യാറെടുക്കുകയായിരുന്നു. നീ എവിടെയായിരുന്നു? ഇന്ന് കോളേജിൽ പോരുന്നില്ലേ? ടിജോ ചോദിച്ചു. ഞാൻ ഇന്ന് വരുന്നില്ല, നല്ല സുഖമില്ല, എനിക്കൊന്ന് കിടക്കണം, കിഷോർ മറുപടി പറഞ്ഞു. എന്തു പറ്റിയിടാ? കുറച്ചു ദിവസങ്ങളായി ശ്രദ്ധിക്കുന്നു, ആകെ ഒരു അസ്വസ്ഥത പോലെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അളിയ? അരുൺ ചോദിച്ചു. ഒന്നുമില്ല ബ്രോ, നിങ്ങൾ ചെല്ല്, ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവൻ മുറിയിലേക്ക് പോയി. അവർ കോളേജിൽ പോകാനായി പുറത്തേക്കിറങ്ങി. മുറിയടച്ച് കട്ടിലിൽ കിടന്ന് കിഷോറിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ തലയിടയിൽ മുഖമമർത്തി വിതുമ്പിക്കരഞ്ഞു. ഞാൻ നശിച്ചു. ഇനി എന്നെ ആർക്കും രക്ഷിക്കാനാവില്ല. പോലീസിൽ പറഞ്ഞാൽ അവർ എന്നെ കൊല്ലും. അതിൽ നിന്നും വിട്ടുപോരുവാൻ അവർ അനുവദിക്കില്ല. അഡ്വക്കേറ്റ് തോമസ് ചാണ്ടിയുടെ മകൻ പൂനെയിൽ മയക്കുമരുന്ന് കേസിൽ പ്രതി എന്ന ഒരു വാർത്തയെങ്ങാനും വന്നാലോ? അയ്യോ, പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ എല്ലാവരെയും വഞ്ചിച്ചു. ഇനിയും ഈ വഞ്ചനയുടെ ജീവിതം എനിക്ക് തുടരേണ്ട. ഞാൻ നശിച്ചു. ഞാൻ മോനിക്കായ്ക്ക് ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ട സമയം ശപിക്കപ്പെട്ടതാകട്ടെ. എന്റെ ജന്മം ശപിക്കപ്പെട്ടതാണ്. ഈ ശപിക്കപ്പെട്ട ഞാനില്ല എങ്കിൽ ഈ ഭൂമിക്ക് എന്ത് നഷ്ടമാണുള്ളത്? ഞാൻ ഉള്ളതുകൊണ്ട് എന്ത് ലാഭം? ഞാനിനി ഈ ഭൂമിയിൽ ഇല്ലാതായെങ്കിൽ ആർക്കും നഷ്ടം വരാനില്ല. എന്നാൽ ഞാൻ ഉണ്ടായാലോ? ആയിരക്കണക്കിന് ആളുകൾ മയക്കുമരുന്നിന് അടിമയാകുന്നതിന് ഞാനും കാരണമാകും. ഈ വിശാലമായ ബ്രഹ്മാണ്ടത്തിൽ എനിക്കെന്താണ് സ്ഥാനം? ആയിരക്കണക്കിന് ഗ്രഹങ്ങളിൽ ഒരു ചെറിയ ഗ്രഹമാണ് ഈ ഭൂമി. ഈ ഭൂമിയുടെ ഒരു കോണിൽ ജീവിക്കുന്ന ഞാനില്ല എങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കാൻ? ഈ കുറ്റബോധവും പേറി ജീവിക്കുന്നതിലും ഭേദം മരണമാണ്. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയുമില്ല. എന്റെ എല്ലാ തെറ്റുകളും എന്നോടൊപ്പം ഇല്ലാതാകട്ടെ. ഇനി ഞാൻ ആരുടെയും മുന്നിൽ തലകുനിക്കില്ല. ആരുടെയും കുറ്റവിധികളും പരിഹാസവും ഞാൻ അനുഭവിക്കില്ല. ഇനി മയക്കുമരുന്ന് കച്ചവടത്തിന് കിഷോറിനെ കിട്ടില്ല. മോനിക്ക അവളുടെ ശരീരം കാഴ്ചവെച്ച്
അവളെ നശിപ്പിച്ച പുരുഷവർഗത്തോട് അവളുടേത് മാത്രമായ രീതിയിൽ പ്രതികാരം ചെയ്തില്ലേ? ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കി എന്നെ നശിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യും. ഇനി എനിക്ക് ജീവിക്കേണ്ട, എനിക്ക് ജീവിക്കേണ്ട, അവൻ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. ഭൂമിയിലെ പ്രശ്നങ്ങളുടെ ശാശ്വതമായ പരിഹാരം ഒന്നു മാത്രമാണ്: മരണം. ജനിച്ചാൽ മരണം നിശ്ചയം. പിന്നെ എന്തുകൊണ്ട് ഇന്നായിക്കൂടാ? മോനിക്കായെ പരിചയപ്പെട്ട നിമിഷം തന്നെ കിഷോർ മരിച്ചതാണ്. ഇപ്പോൾ ഈ ശരീരമുണ്ട് എന്ന് മാത്രം. വേണ്ട, ഈ ശരീരവും വേണ്ട. കിഷോർ മരിച്ചു. മരണം, മരണം എന്ന ശബ്ദം അവന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആ മുഴക്കം കാതുകളിൽ നിന്ന് ഹൃദയത്തിലേക്കും ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്കും നീങ്ങി. അതീവ ധൈര്യത്തോടെ അവൻ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. മരണം, പ്രതിസന്ധികളുടെ ശാശ്വത പരിഹാരം, സ്വാതന്ത്ര്യത്തിന്റെ തൂവെള്ള ചിറക്, വേദനിപ്പിക്കുന്ന പ്രതികാരം, പങ്കുവെക്കാൻ പറ്റാത്ത അനുഭവം, കഴിക്കുന്ന പ്രകൃതി നിയമം, ജീവിതത്തിന്റെ ആശ നശിച്ചവന്റെ പ്രത്യാശ എന്ന് എനിക്കുള്ള ഏക ആശ്രയം. എന്റെ മരണമേ, ഞാനിത് നിന്നെ രുചിക്കാൻ പോകുന്നു. മരണമേ, ഇന്ന് നീ എന്നെ അറിയും. അവൻ അട്ടഹസിക്കാൻ തുടങ്ങി. സാവകാശം ആ അട്ടഹാസം കരച്ചിലായി മാറി. അവൻ വിതുമ്പിക്കൊണ്ട് സ്വയം ചോദിച്ചു, ഞാൻ മരിക്കണോ? വേണ്ട, എനിക്ക് ജീവിക്കണ്ട. ഞാൻ ശാപമാണ്, ഭൂമിക്ക് ഭാരമാണ്, സമൂഹത്തിന്റെ നാശമാണ് എന്റെ ശരീരം. അവന്റെ ശരീരവും ആത്മാവും ഓരോ അവയവങ്ങളും അദൃശ്യമായി മന്ത്രിച്ചു. മരണം, മരണം. പിന്നീടുള്ള അവന്റെ പ്രവർത്തനങ്ങളെല്ലാം യാന്ത്രികമായിരുന്നു. ഏതോ ഒരു ശക്തി അവനിലേക്ക് ആവഹിക്കപ്പെടുന്നത് പോലെ അവന് തോന്നി. പെട്ടെന്ന് ശരീരം മുഴുവൻ വിയർത്തു. ഹൃദയത്തിന്റെ ഇടുപ്പ് ഇരട്ടിയായി. ശ്വാസോച്ഛ്വാസത്തിന്റെ വേഗത വർദ്ധിച്ചു. അവനിലുണ്ടായിരുന്ന ഊർജം മുഴുവൻ കൈകളിലേക്ക് വന്നു. മേശയിലിരുന്ന പുസ്തകങ്ങൾ തട്ടിത്തെറിപ്പിച്ചു. അലമാരിയിലിരുന്ന തുണികളെല്ലാം വലിച്ചു നിലത്തിട്ടു. ഒരു ഭ്രാന്തനെ പോലെ അവൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അലമാരിയിൽ നിന്ന് വലിച്ചിട്ട തുണികൾക്കിടയിൽ നിന്നും ഒരു ബെഡ്ഷീറ്റ് വലിച്ചെടുത്ത് നിവർത്തി ചുരുട്ടിയെടുത്തു. കട്ടിലിൽ കസേരയിട്ട് ഒരറ്റം ഫാനിൽ കെട്ടി. വീണ്ടും ബെഡ്ഷീറ്റ് ചുരുട്ടാവുന്നതിന്റെ പരമാവധി ചുരുട്ടിയതിനു ശേഷം കുടുക്ക് നിർമ്മിച്ചു. ഒന്നുകൂടി വലിച്ച് കുടുക്ക് ഊരിപ്പോകില്ല എന്ന് ഉറപ്പാക്കി. പിന്നെ കസേരയിൽ നിന്ന് കഴുത്ത് കുടുക്കിലേക്ക് കയറ്റി വെച്ച് മുറുക്കിയതിനു ശേഷം ശ്വാസം എടുക്കാവുന്നതിന്റെ പരമാവധി ഉള്ളിലേക്ക് എടുത്തതിനു ശേഷം കസേര കാലുകൊണ്ട് തട്ടി താഴെയിട്ടു. കുടുക്ക് കഴുത്തിൽ മുറുകുന്നതിനനുസരിച്ച് അവൻ ഫാനിൽ തൂങ്ങിക്കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. ഈ പിടച്ചിൽ അവനെ സുബോധ മനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോഴാണ് തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് അവൻ ബോധവാനായത്. അയ്യോ, ഞാൻ എന്താണ് ഈ ചെയ്തത്? ഞാൻ ആത്മഹത്യ ചെയ്യുകയാണോ? എനിക്ക് മരിക്കണ്ട, എനിക്ക് രക്ഷപ്പെടണം. രക്ഷിക്കണേ എന്ന് പറയുവാൻ അവൻ ശ്രമിച്ചു. എന്നാൽ വായിൽ നിന്നും സ്വരം പുറപ്പെട്ടില്ല. കൈകൾ പൊക്കി ഫാനിൽ തൂങ്ങാൻ ശ്രമിച്ചു. എന്നാൽ കൈകൾ ഉയർന്നില്ല. മനസ്സിൽ രക്ഷപ്പെടണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷേ നിസ്സഹായനാണ്. മരണവെപ്രാളത്തോടെ അവൻ കിടന്ന് പിടഞ്ഞു. ആ വെപ്രാളത്തിൽ വായ് പൊളിഞ്ഞ് നാവ് പുറത്തേക്ക് ചാടി. കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തള്ളി. പിടയ്ക്കുന്ന വിരലുകൾ കൊണ്ട് അവൻ തുടയിൽ ശക്തമായി മാന്തി. മരണവെപ്രാളത്തിന്റെ വേദനയിൽ ആ വേദന അവൻ അറിഞ്ഞില്ല. ജീവശ്വാസത്തിനായി ഓരോ കോശങ്ങളും കെഞ്ചി. ഓക്സിജൻ എത്താതെ വന്നപ്പോൾ കോശങ്ങൾ ഓരോന്നായി പൊട്ടാൻ തുടങ്ങി. ശ്വാസകോശത്തിലെ കോശങ്ങൾ പൊട്ടി മൂക്കിലൂടെ രക്തത്തുള്ളികൾ പുറത്തു വന്നു. സാവകാശം പിടച്ചിൽ കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇല്ലാതായി. ജനനത്തിനും മരണത്തിനുമിടയിലുള്ള ജീവിതമാകുന്ന യാത്രയിൽ അവന്റെ ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള ആ ഫാനിലെ 6 അടി നീളമുള്ള ബെഡ്ഷീറ്റിൽ തൂങ്ങി നിന്നാടി.